ശ്രീ റെജി ലൂക്കോസ്, ഇപ്പോൾ മൂന്ന് പേരും പറഞ്ഞത് അങ്ങ് കേട്ടല്ലോ. ആഭ്യന്തരമന്ത്രിയുടെ മുന്നിലേക്ക് പല പരാതികളും വന്നിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകിയവരുണ്ട്. പക്ഷേ ഇതൊന്നും, ഈ പരാതികളൊന്നും തുറന്നു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അനുഭവം. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങളെല്ലാം 1.5 വർഷത്തിനിപ്പുറമാണ് കാണുന്നത് എന്നുള്ളതാണ്. 1.5 വർഷം മുമ്പ് സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. അതിൽ സർക്കാർ നോക്കുകുത്തിയാകുമ്പോൾ കോടതി ഇടപെട്ടിട്ടാണ് ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത് എന്നുള്ളതാണ്. അല്ല സ്മൃതി, എനിക്കൊരു അല്പസമയം തരണം. എനിക്ക് ആദ്യം ഈ പീച്ചി സംഭവത്തിൽ ഒന്ന് പ്രതികരിക്കാണ്ട് ഈ ചർച്ച ഇനി മുമ്പോട്ട് പോകത്തില്ല. കാരണം ഇന്ന് രാവിലെ ഒരു മാധ്യമങ്ങളിലൂടെ വരുന്ന വിഷ്വൽസും തത്സമയ സംപ്രേഷണത്തിലൂടെ കേരളത്തിലെ പൊതുജനത്തിന് മനസ്സിലായ ഒരു വസ്തുതയുണ്ട്. എന്തിനാണ് ഇയാൾ ഈ 5 ലക്ഷം രൂപ കൊടുത്തത്? രണ്ടാമത് ആദ്യം പരാതി കൊടുത്തത് ഈ ദിനേശ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനാണ്. പോലീസിന് ആദ്യം പരാതി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ എന്തിനാണ് അദ്ദേഹം ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞപ്പോൾ ആ മോശമായെന്ന് പറഞ്ഞ ആളെ മർദ്ദിച്ചത് എന്തിനാണ്? അദ്ദേഹം ആദ്യം പറഞ്ഞത് എന്താ? രാവിലത്തെ ചാനൽ ചർച്ച മുഴുവനും വിഷു കണ്ട മനുഷ്യർക്കറിയാം. അദ്ദേഹം പറഞ്ഞു, ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഇദ്ദേഹത്തിനെ കുറിച്ച് പരാതി പറഞ്ഞു, ഞങ്ങളവിടെ തടഞ്ഞു നിർത്തുപോയത്, പുറത്തേക്ക് കൊണ്ടുപോയിട്ടില്ല, പുറത്തു പോയൊരു വിഷലും ഇയാൾക്ക് കാണിക്കാൻ പറ്റത്തില്ല, ഞാൻ വിഷൽ കാണിച്ചിട്ടുണ്ട്, അതിനകത്ത് SI എൻ്റെ മകനെ തല്ലുന്നതാണ്, അല്ലെങ്കിൽ CI എന്ന് പറഞ്ഞു. ഉടനെ തന്നെ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ മാധ്യമങ്ങൾ പുറത്തു വിട്ടിരിക്കുന്നു, പുറത്ത് കൊണ്ടുപോയി ചെറുപ്പക്കാരനെ മർദ്ദിക്കുന്നത്, അത് നിങ്ങൾ ഇപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പിന്നെ എന്തിനാണ് ഇയാൾ ഈ പൈസ കൊടുത്തത്? ഇയാൾ ഈ പറഞ്ഞത് മുഴുവൻ നുണയല്ലേ? പിന്നെ ഇയാൾ രതീഷ് എന്ന് പറയുന്ന തന്നെ തല്ലി എന്ന് താൻ പരാതി കൊടുത്തപ്പോൾ അത് അന്വേഷിക്കാൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനെ അയാൾക്ക് 3 ലക്ഷം രൂപ കൊടുത്തുവെന്നും ഇയാൾ 2 ലക്ഷം രൂപ എടുത്തുവെന്നും വിചിത്രമായ കള്ളക്കഥകൾ പറഞ്ഞു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ച് എന്ത് പറഞ്ഞാലും അത് വാർത്താ പ്രാധാന്യം കാണുമെന്ന് മുതലെടുത്തുകൊണ്ട് താൻ കുറ്റവാളിയാണെന്നുള്ള ഉറപ്പായപ്പോൾ, ശിക്ഷ നേടുന്ന ഉറപ്പായപ്പോൾ ഇദ്ദേഹം ഏതാനും വിഷ്വൽസ് പുറത്തു വിട്ടുകൊണ്ട് നാടകം കളിച്ചല്ലേ? സത്യത്തിൽ സ്മൃതിയെ പോലുള്ള എന്നെ പോലുള്ളവരെ കളിപ്പിക്കുകയല്ലേ ചെയ്ത് ഈ ഔസേപ്പ് എന്ന് പറഞ്ഞ ആള്? നമ്മൾ രാവിലെ പോലെ കാണുന്ന വസ്തുതകളല്ലേ ഇത്? അപ്പം ഇപ്പോൾ മനസ്സിലായത് ഈ പുറത്തു നടക്കുന്ന കശപിശയാണോ, ഇപ്പൊ പോലീസ് മുഖത്തടിക്കുന്നതാണോ അങ്ങേ ബാധിച്ചത്? ആ ദൃശ്യങ്ങളിൽ ഈ കശപിശയാണല്ലോ അവസാനം പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. ഞാൻ പറഞ്ഞത് എന്റെ വസ്തുതകൾ സ്മൃതിക്ക് ബോധ്യമായിട്ടാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, മുഖത്തടിച്ച തെറ്റാണ്. ആ ഉദ്യോഗസ്ഥരെതിരെ നടപടി എടുക്കാൻ പോകുന്നു എന്നുള്ള ഒരു സൂചനകൾ ഇപ്പോൾ പുറത്തു വന്നു കഴിഞ്ഞു. മുഖത്തടിക്കുന്ന ദൃശ്യങ്ങൾ ചോദിച്ചിട്ട് പുറത്തേക്ക് തന്നിരുന്നില്ല. അതുമേലുണ്ടായ സംഭവങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചത്. ആ 5 ലക്ഷം കൊടുത്തതിനെ നമുക്ക് ന്യായീകരിക്കാനൊന്നുമില്ല. പക്ഷെ അദ്ദേഹം അതിനൊരു വാദം പറയുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ CCTV ഓണാക്കി ആ പണം കൊടുക്കുന്ന ദൃശ്യം കൃത്യമായി പതിയുന്ന രൂപത്തിൽ താൻ അത് കൊടുത്തു എന്നാണ് പറയുന്നത്. അത് അന്വേഷിക്കട്ടെ. അതിന്റെ ന്യായങ്ങളിലേക്ക് പോകുന്നതിനപ്പുറം പോലീസ് ചെയ്ത കാര്യം, ആ ദൃശ്യങ്ങൾ എങ്ങനെ പുറത്തു വരുന്നു, ഇതിന്മേൽ പരാതി പറയുന്നവർക്ക് എന്താണ് കിട്ടുന്ന മറുപടി, പരാതി പറയുന്നവർക്ക് നീതി കിട്ടുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. 1.5 വർഷങ്ങൾക്കിപ്പുറം ഈ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത് എങ്ങനെയാണ് ശ്രീ റെജി ലൂക്കോസ്? എന്തുകൊണ്ടാണ് നേരത്തെ ആ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരാതിരുന്നത്? പോലീസ് അത് തടയാൻ എങ്ങനെയൊക്കെ ശ്രമിച്ചു? ഈ ചർച്ച കേൾക്കുന്ന സ്മൃതി, ഞാനത് മറുപടി പറയട്ടെ. ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ ഉയരുന്ന ഒരു ചോദ്യമുണ്ട്. ഒരു ഹോട്ടലിൽ ഒരു മനുഷ്യൻ ഭക്ഷണം കഴിക്കാൻ കയറി, മോശമായ ഭക്ഷണം കിട്ടി, അത് ചോദ്യം ചെയ്യാതെ കണ്ട് ഇറങ്ങിപ്പോരുവാണ് പതിവ്. ഞാനാണെ ക്വസ്റ്റ്യൻ ചെയ്യും. പൗരബോധമുള്ള ഏത് മനുഷ്യനും ചോദ്യം ചെയ്യും. അയാളെ തല്ലുന്നു, എന്നിട്ട് 5 ലക്ഷം രൂപ കൊടുത്തെന്നുള്ള നാടകം ഉണ്ടാക്കുന്നു. ആ നാടകമൊക്കെ വിഷലിലൂടെ നമുക്കറിയാം. എന്നിട്ട് നിരപരാധിയായ നീതിക്ക് വേണ്ടുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുരുക്കാൻ ശ്രമിക്കുന്ന ഈ ഔസേപ്പിനെതിരെ അനുകൂലമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു? ഇത് കേരളത്തിലെ പൊതുജനത്തിനെ കളിയാക്കുന്നൊന്നുമില്ലല്ലേ? തല്ലുകൊടുത്ത ഉദ്യോഗസ്ഥനെ നിങ്ങൾ പ്രശംസിക്കൂ. നിരപരാധിയായ പോലീസ് ഉദ്യോഗസ്ഥൻ മുഖത്ത് തലോടുന്നാണോ അങ്ങ് കണ്ടത്? അല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിനാ അതിന് ശിക്ഷിച്ചോട്ടത്? ആർക്ക് വിരോധം? ഈ പ്രവൃത്തി ചെയ്ത ഒരു നിഷ്ഠൂരനായ ഹോട്ടലുടമയെ നിങ്ങൾ ഇങ്ങനെ തലോടി പറയുമ്പോൾ നാളെ ഒരു ഹോട്ടലിൽ എന്ന് അങ്ങ് പറയുമ്പോൾ പോലീസുകാരൻ നിരപരാധി എന്നും അങ്ങ് പറയുന്നുണ്ട്. എന്താണിത് മനസ്സിലാക്കേണ്ടത്? അല്ല, എന്റെ ചോദ്യത്തിനോട് എന്തിനാണ് ഇയാൾ ഈ 5 ലക്ഷം രൂപ ഈ എവിടുന്നോ വന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഒരാൾക്ക് കൊടുത്തത്? ഇയാൾ ആരാണ്? ലോകത്തിലെ ഏറ്റവും വലിയ ട്രസ്റ്റിന്റെ ഉടമയോ? എന്തെല്ലാം കണ്ടത്? അതൊരു പോലീസുകാരെ തെറ്റി ശിക്ഷിക്കൂ. ഞാനൊക്കെ ആ വാദത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. പിന്നെ ഇവിടെ എൻ്റെ പ്രിയ സുഹൃത്ത് നവാസ്, ചരിത്രത്തിലാദ്യമായിട്ട് ആഭ്യന്തരമന്ത്രി ആ വകുപ്പ് ഉണ്ടാകുന്നതും ചരിത്രത്തിലാദ്യമായിട്ട് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നതും കേരളത്തിൽ ഈ കഴിഞ്ഞ 9 വർഷത്തിനിടയ്ക്ക്, അതിനു മുമ്പ് ഈ വകുപ്പില്ലായിരുന്നു, ഇങ്ങനെ ഒരു അട്രോസിറ്റി എന്നാണ് നവാസ് പറയുന്നത്. നവാസിന്റെ രാഷ്ട്രീയ ദൗത്യം അദ്ദേഹം നിർവഹിക്കുന്നു. ഞാൻ നവാസിനോട് ഒരു കാര്യം പറയാം. നവാസ് ഞാൻ നേരത്തെ ചോദ്യത്തിന് 17 വരെ തിരിച്ചെടുക്കുന്നു. വിശദീകരിക്കാമോ? പരാതികളിൽ പ്രതികരിക്കാതെ പോലീസിന്റെ മനോവീര്യത്തെ കുറിച്ച് ആശങ്കപ്പെടുകയാണ് നേരത്തെ ആഭ്യന്തരമന്ത്രി ചെയ്തിട്ടുള്ളത്, അല്ലേ? ചില പുഴുക്കുത്തുകൾ എന്ന് പറയുന്നത് ഏത് ഘട്ടത്തിലാണെന്ന് നമ്മൾ കണ്ടതാണ്. കേരളത്തിലെ
അല്ല സ്മൃതി, കേരളത്തിലെ ആഭ്യന്തര വകുപ്പാണ് 2% ഈ 6% കുറച്ചത്. കഴിഞ്ഞ 7 വർഷമായിട്ട് ഇന്ത്യയിലെ ഏറ്റവും നല്ല ആഭ്യന്തര വകുപ്പ് ഞങ്ങളുടെ ശത്രുവായിട്ടുള്ള പക്ഷത്ത് നിൽക്കുന്ന BJP കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത് ആർക്കറിയോ? കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്ക്, കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്. അത് നവാസിനെ പോലുള്ളവർക്ക് ഇഷ്ടപ്പെടത്തില്ല. മുമ്പ് പോലീസ് സേന ജോലി ചെയ്തിരുന്ന സുഭാഷ് ബാബു സാറിനും അത് ഇഷ്ടപ്പെടത്തില്ല. നിങ്ങൾ അതല്ല എന്ന് മറച്ചു വെക്കുന്നത്. തെറ്റുകൾ ചെയ്യാത്തൊരു സിസ്റ്റം ലോകത്തിലുണ്ടോ? നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? പറയൂ. അങ്ങനെയാണെന്ന് ഞാൻ സറണ്ടർ ചെയ്യാം. ഞാൻ പല ഉദാഹരണങ്ങളും അല്ല, ഇടിമുറി നിട്ടാ മതി, ഇടിമുറി നിട്ടാ മതി. അപ്പൊ പോലീസ് ഇടി കിട്ടുമെന്ന് ഉറപ്പിക്കാമല്ലോ. നിങ്ങൾക്ക് ഇനിയിപ്പോ നിങ്ങളുടെ ലക്ഷ്യം എന്താ? തെരഞ്ഞെടുപ്പിന് ഇനിയിപ്പോ 7 മാസമേ ഉള്ളൂ. ഇനി ഇതുപോലത്തെ നുണകളൊക്കെ നിങ്ങൾ വരും. ഉദ്യോഗസ്ഥന്മാരെ ശിക്ഷിച്ച ചരിത്രമുള്ള ഒരു സംസ്ഥാന സർക്കാരിനെ ഒരു പോലീസുകാരനെ വന്ന് ന്യായീകരിക്കാന്ന് പറയുന്നത് വിചിത്രമാ. ഞാൻ നവാസിനോട് കാര്യം ചോദിക്കുന്നത്, നവാസേ നിങ്ങളത് മനസ്സിലാക്കണം. ഉദയകുമാർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ കേൾക്കും, അതിനുള്ള മറുപടിയായി പറയുന്നത്. ഉദയകുമാർ എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളം കണ്ണീരടിഞ്ഞൊരു കൊലപാതകം നടത്തി. ഫോർട്ട് പോലീസ് സ്റ്റേഷൻ ട്രിവാൻഡ്രത്ത് ഉരുട്ടിക്കൊന്നു. നിങ്ങളുടെ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ച ഉദ്യോഗസ്ഥന്മാർക്കെതിരെ? ഇപ്പൊ അവരെ തിരിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾ കൊടുത്ത കോടതി ഇപ്പൊ അവരെ പ്രിയപ്പെട്ട നവാസ, എന്തിനാണ് ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത്? നവാസിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയൂ. എന്തിനാ ഞാൻ പറയുമ്പോൾ ഇടപെടുന്നത്? നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? നിങ്ങളുടെ കാലത്ത് നടന്ന കൊലപാതകത്തിന് അറിയോ? 5 കൊല്ലം കൊണ്ട് ഉമ്മൻചാണ്ടി സർക്കാർ ഭരിക്കുമ്പോൾ കേരളത്തിൽ 19 മനുഷ്യജീവൻ പൊലിഞ്ഞു. ലോക്കപ്പിൽ 19 എണ്ണം പൊലിഞ്ഞു. ഞാനിരിക്കുന്ന ഈ സമയമുണ്ട്. 2024 കണക്ക് എത്തിയിട്ടില്ല. 2023 സഭയിൽ പറഞ്ഞ 17 ആയിട്ടുള്ളൂ. ചോദിച്ചോളൂ. ഒരു കാര്യം പറഞ്ഞോട്ടെ, ഒറ്റ മിനിറ്റ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പൊ സാറ് പറഞ്ഞു UDF-ന്റെ ഭരണകാലത്ത് 19 കസ്റ്റഡി മരണം ഉണ്ടായിന്ന്. ഇതേ വാദം കഴിഞ്ഞ ദിവസം അരുൺകുമാർ ലീഡ് ചെയ്ത ഒരു ചർച്ചക്കകത്ത് താങ്കൾ പറഞ്ഞപ്പോ ആഭ്യന്തരമന്ത്രിയുടെ മുൻ പ്രസ് സെക്രട്ടറി നിസാം സെയ്ദ് കണക്ക് വെച്ച് താങ്കളെ തിരുത്തിയതല്ലേ? പച്ച കള്ളമാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഭാഷ, എന്റെ ഭാഷയല്ല. പച്ച കള്ളമാണ് താങ്കൾ പറയുന്നത് എന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്ത് തെളിവുണ്ട്? സാർ പറ. സാറിന്റെ കയ്യിൽ തെളിവുണ്ടെങ്കിൽ കാണിക്കേ. സാറിന് ഉയർത്തി കാണിക്കുക. 19 വരെ എന്ത് ഡോക്യുമെന്റ് സാറിന്റെ കയ്യിലുള്ളത്? നിയമസഭയിൽ നിഷാദ് സെയ്ദ് അല്ലേ നവാസ്? കഴിഞ്ഞ ദിവസം അതിനെ ഗണ്ഡിക്കപ്പെട്ട ഒരു വാദത്തെ രണ്ടാമത് ആവർത്തിക്കുമ്പോ സാറിന്റെ കയ്യിൽ തെളിവുണ്ടാവണ്ടേ? അല്ല, കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞൊരു വാദത്തെ അത് ഗണ്ണിക്കപ്പെട്ട അതിന് എവിഡൻസ് സാറിന്റെ കയ്യിൽ പാല് കൊടുത്തുമ്പോ മരിച്ചാണോ നവാസെ? ഒരു കാര്യം ഒരു കണക്കും പറഞ്ഞില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അത് ആർക്കും പറയാം. ഇത് കേരളത്തിന് നിയമസഭയിൽ വെച്ച കണക്കാണ് ഞാൻ പറയുന്നത്. നിയമസഭയിലെ കണക്ക് തന്നെയാണ്. 2023 പറഞ്ഞതാണ് 17 പേർ പോലീസ് കസ്റ്റഡിയിൽ മരിച്ചു എന്നുള്ള കണക്ക്. 2023 കണക്കാണ് 17 പേർ മരിച്ചു എന്നുള്ളത്.